ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം പിടിച്ചാലോ? മുട്ടയില്ലാത്ത മുട്ടത്തോരൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി കുറച്ച് കടലമാവും ഇനി ഒരു തക്കാളിയും ഒരു സവാളയും മാത്രം മതി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് ഒരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു അരക്കപ്പിലും താഴെയായിട്ട് കടലമാവ് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എത്രയാണോ കടലമാവ് എടുത്ത് അത്രയും തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ എന്തെങ്കിലും പോരാത്തതായിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഈ കടലമാവൊക്കെ അത്യാവശ്യം കട്ടകളോടെ ആയിരിക്കും ഇരിക്കുന്നത്. അതിൻ്റെ കട്ടകളൊക്കെ മാക്സിമം പറ്റുന്ന രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാണ്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ദാണ്ട് ഇതുപോലെയാണുള്ളത്. മാക്സിമം കുറേയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് ചെറിയ കട്ടകളൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. എങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ഒരുപാട് ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഐറ്റംസ് ഒന്നും ഒരുപാട് അങ്ങ് വലുതായിട്ട് അരിയരുത്. അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ സവാള ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒരുപാട് നേരം ഇട്ട് കളറൊന്നും മാറ്റണ്ട. ജസ്റ്റ് ഇതൊന്ന് വെന്ത് വന്നാൽ മാത്രം മതി. അതുവരെ ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. ഒരു 10 മിനിറ്റൊക്കെ നമുക്ക് കൊണ്ടൊക്കെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ദാണ്ട് സവാളയൊക്കെ ഒന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ മല്ലിയില ചേർക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മല്ലിയില ചേർക്കാഞ്ഞത്. കറിവേപ്പില ചേർത്ത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒരിത്തിരിയും കൂടെ ഒന്ന് വേവാനുണ്ട്. ഇപ്പോൾ ദാണ്ടാണ്ടോ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് നിറമൊന്നും മാറിയിട്ടില്ല, ഒന്ന് വെന്ത് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പാകമൊക്കെ ആകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ പച്ചമുളക് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പാകത്തിന് എരിവിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഞാൻ വളരെ കുറച്ചാണ് ചേർത്തേക്കുന്നത്. ഇനി ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒരുപാട് വലുതാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്താൽ മതി. എൻ്റെ ഒരു ചെറിയ തക്കാളി ആയതുകൊണ്ട് അത് മൊത്തം അങ്ങ് എടുത്തിട്ടുണ്ട്. അതും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഒരുപാടങ്ങ് കുഴഞ്ഞു പോകുന്ന രീതിയിലൊന്നും എത്തണ്ട. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ തക്കാളിയും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂണിലും താഴെയായിട്ട്. ഇനി 1 ടീസ്പൂണൊക്കെ നല്ല എരിവുള്ളൊരു മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാലയ്ക്ക് വേണ്ടി മാത്രം ഉപ്പ് ചേർക്കാം. ഒരുപാട് ചേർക്കരുത്. കടലമാവിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പും ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതാണ്ട് നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മളിവിടെ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ആ ഒരു കടലമാവിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് അതൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതിൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ ഒന്ന് അടിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് മിക്സ് ആക്കി നമുക്കിതിൻ്റെ മുകളിലൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം. അല്ലെങ്കിൽ പാനിൽ അടിക്കൊക്കെ പിടിക്കും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാൻ കയ്യിലുണ്ടെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. കാര്യം നമ്മൾ സ്റ്റീലോ അലൂമിനിയത്തിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ അടിക്ക് പിടിച്ചിട്ട് ആകെ ഒരു വൃത്തികെട്ട കോലമാവും. നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് പെട്ടെന്ന് കിട്ടൂല. അപ്പോൾ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ വലിയൊരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ഒരുപാട് ഓയിലൊക്കെ ചേർക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കട്ടയാകുമ്പോൾ ആരും ടെൻഷൻ ആവണ്ട. ഇതിങ്ങനെ കുറച്ചും കൂടെ വെന്ത് വരുമ്പോഴേക്കും സെപ്പറേറ്റ് ആയി കിട്ടിക്കോളും. ഇടയ്ക്കിടയ്ക്ക് ഈ കട്ടകളൊക്കെ നമുക്കൊന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി. കൈ എടുക്കാതെ ഇതൊന്ന് മിക്സ് ആക്കുക. അല്ലാതെ നമ്മൾ ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്, കടലമാവായതുകൊണ്ട് തന്നെ.
ഇങ്ങനെ ഒന്ന് മിക്സാക്കി ഇതിങ്ങനെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക. നല്ലപോലെ കടലമാവ് ഒന്നങ്ങ് വെന്ത് കിട്ടണം. ഇപ്പോൾ ദാണ്ടെ ഒന്നങ്ങ് സെപ്പറേറ്റായി വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാൽ മുട്ടത്തോരനല്ലെന്ന് ആരെങ്കിലും പറയുമോ? നല്ലൊരു മുട്ടത്തോരനെ പോലെ തന്നെയാണ് ഇതുള്ളത്. ടേസ്റ്റും നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ കയ്യിൽ തോരനൊക്കെ വെക്കാനൊന്നും ഒന്നുമില്ലാത്ത സമയത്തൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ കുറഞ്ഞ ഐറ്റംസേ ഉള്ളൂ, അധികം കഷ്ടപ്പാടൊന്നുമില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാവുകയും ചെയ്യും. കണ്ടോ ഇപ്പം തന്നെ ഇതൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയെടുത്ത് നല്ലപോലെ കടലമാവ് ഒന്നങ്ങ് വേവിച്ചെടുത്ത് എടുക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ടയില്ലാത്ത മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കിക്കോളൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നല്ല അടിപൊളി ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.